ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, അച്ഛൻ ഈ 10-20 വർഷത്തെ ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിലായി ചെയ്തപ്പോൾ പല കുടുംബങ്ങളിലും പല പ്രദേശങ്ങളിലും കണ്ട കാര്യമുണ്ട്. അതായത് എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തവരെ പോലെയാണ്. അറിവുണ്ട്, പഠിപ്പുണ്ട്, മിടുക്കുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. കുടുംബത്തിലേക്ക് 5 പൈസയുടെ ഉപകാരമില്ല, അല്ലെങ്കിൽ മേൽഗതിയില്ല. കൃഷിയുണ്ട്, സമ്പത്തുണ്ട്, ബിസിനസ്സുണ്ട്, ജോലിയുണ്ട്, ഒരുപാട് പണമുണ്ട്, ലക്ഷോപലക്ഷം വരുമാനം മാസം തോറും ഉണ്ട്, പക്ഷെ കുടുംബത്തിൽ എന്നും പട്ടിണിയാണ്. ഒരു ക്രിസ്മസ് വന്നാൽ, ഒരു ഈസ്റ്റർ വന്നാൽ അന്ന് ഭക്ഷണമില്ല, അന്ന് പട്ടിണി. വേറെ എന്തെങ്കിലും കാരണങ്ങളോടായിരിക്കും, പക്ഷെ അന്ന് ഗതിയിൽ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് സ്ഥലത്ത് പോകുന്ന സമയത്ത് കാര്യം വണ്ടിയുണ്ട്, 8-10 വണ്ടിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കൊരാവശ്യത്തിന് വരുന്ന സമയത്ത് ആരും ഉപകാരപ്പെടുന്നില്ല. ബന്ധുക്കളും മിത്രങ്ങളും കോടാനുകോടിയുണ്ട്, അല്ല കോടാനുകോടി ഇല്ലെങ്കിലും ഒരു അത്യാവശ്യത്തിന് ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കാര്യത്തിന് നമുക്ക് ആരും ഉപകാരപ്പെടുന്നില്ല. മക്കളുമുണ്ട്, ബഹുമിടുക്കന്മാരും ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പറ്റിയ മക്കളുണ്ട്, പക്ഷേ എന്താ പറയുക, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പോലെ ആയി മാറുകയാണ് കുറച്ച് കഴിയുമ്പോൾ, വലുതായി കഴിയുമ്പം. പല ആളുകളുടെയും വേദന ഇതാണ്. ശരിക്കും നല്ല വലിയ ആരോഗ്യവും തടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊരു കുറച്ച് കഴിയുമ്പോൾ ഇതൊരു പ്രാരാബ്ധമായി മാറും. ഈ തടി ആരോഗ്യവും കഴിവും എടുക്കും, സർട്ടിഫിക്കറ്റും ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റ് തന്നെ കുറേ കഴിയുമ്പോൾ ഒരു പ്രാരാബ്ധമായി മാറും. അത് നിമിത്തം ജോലി കിട്ടാതെയാവും. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു മര്യാദയ്ക്ക് ജോലി കിട്ടിയേനെ. ഇതിപ്പോൾ വലിയ PhD വലിയ സർട്ടിഫിക്കറ്റുകൾ കണ്ടു, അതുകൊണ്ട് ഒരു നോർമൽ ജോലി പോലും കിട്ടാതെയായി. ഇതൊരു പ്രാരാബ്ധമായി. അങ്ങനെ പല വിധത്തിൽ വേദനിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലാത്തത് കൊണ്ട് വേദനിക്കുന്നവരല്ല, എല്ലാം ഉണ്ട്, ഒന്നും ഉപകാരപ്പെടുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹഗ്ഗായി പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ ഒരു ഭാഗത്ത് ഞാൻ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊരു ഭാഗം കണ്ടു. ഹഗ്ഗായി 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരിരുന്ന് നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കണം, ഞാനും ചിന്തിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് അവരവരുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക, പാരൻസ് അവരുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക, കുട്ടികൾ അവരുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക. കുട്ടികൾക്കും ഉണ്ട്, നിങ്ങൾക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, പിന്നെ ഇതെല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. പഠിക്കാനും പറ്റണില്ല, പ്രാർത്ഥിക്കാനും പറ്റില്ല, പള്ളിയിൽ പോകാനും തോന്നണില്ല. ഒരു കുട്ടിക്ക് തോന്നേണ്ടതൊന്നും തോന്നണില്ല. ആവശ്യമില്ലാത്ത കീടങ്ങളെല്ലാം കൂടെ മനസ്സിൽ കയറി കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക. യുവതിയൊക്കെമാർ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക, കുട്ടികൾ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക, പാരൻസ് അവരുടെ സ്ഥിതിയെ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. അടുത്ത വാക്യം, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. ഒത്തിരി പഠിച്ചു, അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിച്ചു, കുറച്ച് മാത്രം മാർക്ക്, കുറച്ച് മാത്രം റിസൾട്ട്. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത്, നല്ല ഒരു പ്രശ്നമുള്ള സമയം നമ്മൾ വിചാരിക്കുകയാണ്, ഒരു നല്ല പുതപ്പുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ മാറും, കെട്ടിച്ചു വിട്ടു, ഇപ്പം എന്തായി, ഉള്ളതും കൂടെ തവിട് പൊടിയായി, ആ സ്ഥിതിയായി. അല്ലെങ്കിൽ ഒരു വികാരിച്ച വന്നാൽ ഈ ഇടവകയുടെ പ്രശ്നം എല്ലാം തീരുമെന്ന് വിചാരിച്ചു. വികാരിച്ച വന്നു, നിങ്ങൾക്ക് പുതപ്പ് കിട്ടി, പക്ഷേ കുളിര് മാറുന്നില്ല. ഭക്ഷിക്കുന്നു, തൃപ്തരാകുന്നില്ല. ജോലി കിട്ടിയാൽ ശരിയാവും വിചാരിച്ചു, ജോലി കിട്ടി, കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ.
നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. കുറേ ആപ്പിളും മുന്തിരിയൊക്കെ പോയി, അല്ല കുറച്ച് ഓറഞ്ച് പോയി മേടിക്കുക, ഒരു സഞ്ചി എടുക്കുക, അതിൻ്റെ ഏറ്റവും അടിഭാഗം മുഴുവൻ കത്രിക കൊണ്ട് മുറിച്ച് കളയുക, എന്നിട്ട് പോയി സാധനമൊക്കെ മേടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. അതുമാതിരിയാണ് പല കുടുംബങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർത്ത് നോക്കിയാൽ ചിരി വരും. ഒരു സഞ്ചി എടുത്തിട്ട് അടിഭാഗം വെട്ടിയിട്ട് അതിനകത്ത് താറാമുട്ടയും ചക്കയൊക്കെ അല്ല കപ്പയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും? വീട്ടിൽ വന്ന് നോക്കിയിട്ട് അതിനകത്ത് കപ്പ എടുക്കാൻ നോക്കിയാൽ കപ്പ ഉണ്ടാവുമോ? ഇതുമാതിരിയാണ് ജോലി കഴിഞ്ഞ് പലരും വിദേശത്തുനിന്ന് വീട്ടിലേക്ക് വരണത്. ആരും വിദേശത്ത് പോയി, ഗൾഫിൽ പോയി, അമേരിക്ക പോയി, ഓസ്ട്രേലിയ പോയി, സിംഗപ്പൂർ പോയി, പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി, UK പോയി, അറിയാവുന്ന രാജ്യങ്ങളിൽ പേരൊക്കെ ഓർത്തോ, സൗദി പോയി, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അടിയിൽ സഞ്ചി വെട്ടിയിട്ട് സാധനം ഇട്ടിട്ട് വന്ന മാതിരിയായി വീട്ടിൽ വന്നപ്പോൾ. പിന്നെ തിരിച്ചു തുടങ്ങി ഇവിടുന്ന് കടം മേടിച്ചിട്ട് പോകേണ്ട സ്ഥിതിയായി. ഇവിടുത്തെ സ്ഥലം കൂടെ വിറ്റിട്ട് അവിടെ പോയി കടം വീട്ടേണ്ട സ്ഥിതിയാണ് ചില ആളുകൾക്ക്. നിങ്ങളേറെ ഓടി, കുറച്ച് മാത്രം നേടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. ആ കുട്ടികളുടെ കൂടെ 10 മിനിറ്റ് ഇരുന്ന് സന്തോഷിക്കാൻ പറ്റാതെയായി. ആ ജീവിത പങ്കാളിയുടെ കൂടെ ഒരു പള്ളി പോകാൻ പോലും സമയം കിട്ടാതെ. ജീവിതം ഒരു ഓട്ടസഞ്ചി. അത് അടുത്തത്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കൾ, എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇപ്പം നമ്മുടെ സൽസ്വഭാവത്തിൻ്റെ കുറവോ സാമർഥ്യത്തിൻ്റെ കുറവോ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കാത്തതിൻ്റെ കുറവോ അല്ല, വേറെ എന്തോ ഒരു കാര്യം നമ്മുടെ കുടുംബത്തെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിച്ച് കൊടുത്താൽ അത് നമ്മുടെ കുടുംബത്തിൽ ഗുണം പിടിച്ചാൽ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ വയറ്റിൽ പിടിക്കാനല്ലോ, നേരെ പോകുന്നത് കേട്ടിട്ടില്ലേ? അതുമാതിരിയാണ്. ഒന്ന് ശരീരത്തിൽ പിടിക്കാതെ പോണ മാതിരിയാണ് കുടുംബത്തിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒന്നും ഗുണം പിടിക്കുന്നില്ല. ബിസിനസ് തുടങ്ങി ഗുണം പിടിക്കുന്നില്ല, മക്കളെ വളർത്തി ഗുണം പിടിക്കുന്നില്ല, എസ്റ്റേറ്റ് വെച്ചു നമ്മൾ റബ്ബർ വെച്ച് എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ വിലയില്ലാതായി. അതിനു മുമ്പ് നല്ല ഒരു കേടുമില്ലാതിരുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെച്ചപ്പോൾ ഇഞ്ചിക്ക് വിലയില്ലാതായി. അത് കഴിഞ്ഞ് തൊമരയല്ല കാപ്പി നടുമ്പോൾ കാപ്പിക്ക് വിലയില്ല. പിന്നെ കൊക്കോ വെച്ച് റബ്ബർ വെട്ടി മറ്റേ ഇതൊക്കെ വെട്ടിയിട്ട് അപ്പോൾ കൊക്കോയ്ക്ക് വിലയില്ലാതെ. നമ്മളെന്ത് തുടങ്ങി അപ്പോൾ അതിന് വിലയില്ലാതെയാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്താ ഇത് ഇങ്ങനെ പാപി ചെന്നാൽ പാതാളോ? അങ്ങനെയോ? പാപിയായതുകൊണ്ടല്ല, എന്തോ ഒരു നെഗറ്റീവ് കാര്യം അവിടെ കിടപ്പുണ്ട്. ഒരു ഹോട്ടൽ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി, ഒരു വണ്ടി വാങ്ങി, അപ്പോൾ അതുവരെ ഒന്നും കുഴപ്പമില്ല. നമ്മളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ ഫീൽഡിൽ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മൾ ഇതിനെക്കുറിച്ച് എന്തോ ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1:4 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? ഇതാണ് കാര്യം. ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠയും ഇല്ലാത്ത ഒരു ജനമായി മാറി. അവിടെ കർത്താവിൻ്റെ ആലയം, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ ജെറൂസലം ദേവാലയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സഭ, തിരുസഭ, അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കൾ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ആലയങ്ങളാണ്. കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതിനുശേഷമാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ 4-7 വരെ, ഹഗ്ഗായി 1:4-7 കർത്താവിൻ്റെ ഭവനം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ?
അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾക്ക് വിതച്ചു കൊയ്യുന്നില്ല, ഭക്ഷിക്കുന്നു തൃപ്തി വരുന്നില്ല, പാനം ചെയ്യുന്നു ദാഹം മാറുന്നില്ല, വസ്ത്രം ധരിക്കുന്നു കുളിര് മാറുന്നില്ല, കൂലി ലഭിക്കുന്നു ഓട്ടസഞ്ചി. ഇതാണ് സ്ഥിതി. പ്രൈസ് ദി ലോർഡ് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ഓർക്കുകയാണ്. 1994 ഞാൻ വൈദികനായത്. ഞാൻ ഇടവക വികാരിയായി അട്ടപ്പാടിയിൽ ചെന്നു. അട്ടപ്പാടിയിൽ ചെന്നിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം ധാരാളം പ്രാർത്ഥിക്കും, ഒറ്റയ്ക്കിരുന്ന് ധാരാളം മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. പിന്നെ കുർബാന നല്ല ഭക്തിയോടെ നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. പിന്നെ എൻ്റെ ഇടവക ജനങ്ങളെ വിട്ട് 100 വീട്ടുകാരോ അതിന് കുറച്ച് വീട്ടുകാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നോക്കാൻ പറ്റും. ഈ 100 വീട്ടുകാരെ ഞാൻ മാസത്തിൽ ഒന്നെങ്കിൽ അതേപോലെ വീട് സന്ദർശനം നടത്തും. അവരുടെ പ്രഷറെല്ലാം എനിക്ക് കാണാപ്പാടറിയാം. അതുകൊണ്ട് അത്രയും ആ ജനങ്ങൾ നന്നായിട്ട് നോക്കും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുർബാന അർപ്പിക്കും, പെരുന്നാൾ നടത്തും, ആഗസ്റ്റ് 1 മാതാവിൻ്റെ തിരുനാൾ എല്ലാം നടത്തും. പക്ഷെ എന്നാൽ എനിക്ക് എന്തോ വിശപ്പ്, എന്തോ ഒരു തൃപ്തിയില്ല, എന്തോ ഒരു തൃപ്തിയില്ല, ഒരു കുറവ്, ഒരു സങ്കടം, ഒരു തീരാ സങ്കടം കിടക്കുക. എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നിനും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു നല്ല വികാരിയായി ജനങ്ങളൊക്കെ പറയണ്ടോ ആള് ടോപ്പ് അല്ല ഉഷാറാന്ന് പറഞ്ഞ് കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷെ ജനങ്ങൾക്കാലും ഇഷ്ടമെന്ന് പറഞ്ഞൊരു കാര്യമില്ല, എനിക്കൊരു തൃപ്തി തോന്നണ്ടേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആകെ വിഷമായി. ഞാൻ ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട്? എൻ്റെ അധ്വാനത്തിൻ്റെ കുറവൊന്നും എനിക്ക് തോന്നുന്നു, അധ്വാനത്തിൻ്റെ കുറവ് നന്നായിട്ട് ചത്തു പണിയെടുക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഒരു നിറവ് തോന്നുന്നില്ല? വസ്ത്രം പുതപ്പ് പുതയ്ക്കുന്നു, കുളിര് മാറുന്നില്ല. സ്ഥിതി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതേമാതിരിയായിരുന്നു ഇടവക വികാരി എന്നാലും എൻ്റെ സ്ഥിതി. എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിന് നിറവ് കിട്ടണില്ല. അപ്പോഴാണ് കർത്താവ് ഹഗ്ഗായി പ്രവാചകന്റെ ഈ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 4, എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം അച്ഛൻ ഇവിടെ ഇങ്ങനെ എല്ലാം നടന്ന് ചെയ്യാനുള്ള സമയമാണോ എന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ ആലയത്തെക്കുറിച്ച് അച്ഛന് ചിന്തയുണ്ടോ? അച്ഛൻ്റെ ഈ 100 വീട്ടുകാരും അച്ഛന് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? ബാക്കി ഈ കണ്ട ആളുകൾ നരകത്തിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് അച്ഛനൊരു വേദനയില്ലേ? അതിനുശേഷം എനിക്ക് കിട്ടിയ വചനമാണ് വിലാപത്തിൻ്റെ പുസ്തകം. അവിടെ വിലാപത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ 4 കവലയിൽ ചെതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെയും പൊന്നിന്റെയും വിലയുള്ളവർ കുശവന്റെ കളിമൺ പാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ? കർത്താവിന്റെ വിലപിടിപ്പുള്ള കർത്താവിന്റെ ആലയം മൂക്കറ്റൻ ചാരായം കുടിച്ച് റോട്ടി കിടക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. അയാളുടെ ധിക്കാരം എന്ന് എനിക്ക് തോന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാക്കൾ പാപത്തിൽ നശിക്കുമ്പോൾ അതിനെക്കുറിച്ച് വേദനിച്ച് ഈ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാത്തതിനെ പറ്റി പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അച്ഛൻ്റെ ജീവിതം സുവിശേഷ വേലയിലേക്ക് കൂടുതൽ തിരിയാൻ കാരണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വേറെ രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതിശക്തമായി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിധിയില്ലാതെ അധ്വാനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും അത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതെ കർത്താവിൻ്റെ മുമ്പിൽ ശപിക്കപ്പെട്ട ഒരു ജനമായി മാറി. ദൈവത്തിൻ്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജെറമിയ 48:10 എനിക്ക് സംശയമുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ. എന്താ അർത്ഥം? ആദ്യത്തെ ഭാഗം മാത്രം. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ. ശബ്ദൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ശപിക്കപ്പെട്ടവൻ. ഇപ്പോ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് അല്ലയോ എന്ന് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചില രോഗം നമുക്ക് തന്നെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ.
നിങ്ങളുടെ ചുറ്റിനും ദൈവത്തിൻ്റെ ആത്മാക്കൾ പാപത്തിൽ നശിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കാതെ ചത്ത് പണിയെടുക്കാതിരിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ഒരു കുടുംബനാഥനാണെങ്കിൽ, ഒരു മകനാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ, ഒരു യുവാവാണെങ്കിൽ, നിന്റെ പേര് ശപിക്കപ്പെട്ടവൻ എന്നാണ് ദൈവവചനപ്രകാരം. നീ ആ സ്റ്റാറ്റസിൽ, ആ കാറ്റഗറിയിലാണ്. പല കാറ്റഗറി ഉണ്ട്. അതിലൊരു കാറ്റഗറിയാണ് ശപിക്കപ്പെട്ടവർ. ഞാൻ ശപിക്കപ്പെട്ട അച്ഛനാണോ? ഞാൻ ചിന്തിച്ചു, ഉറപ്പായി ഞാൻ ശപിക്കപ്പെട്ട അച്ഛനായിരുന്നു അന്ന്. കാരണം ഞാൻ എൻ്റെ ഈ ഒരു കുറച്ച് കാര്യവും പിന്നെ കുറച്ച് കപ്പയും കോഴിയും ഒക്കെ ആയിട്ട് നടക്കുക. ആളുകൾ കപ്പയും കോഴിയും കൊണ്ടുവരുമ്പോൾ എനിക്ക് സന്തോഷം വരാതിരിക്കും. പിന്നെ കാരംസും കാരംസ് അല്ല, ഒരു പരിപാടി ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെൻ്റെ കണ്ണ് തുറന്ന് ഞാൻ ശപിക്കപ്പെട്ടൊരച്ഛൻ. ഞാൻ ഈ കാര്യം വീണ്ടും വായിച്ചപ്പോൾ ഞാൻ മാത്രമല്ല, ആരൊക്കെ ദൈവരാജ്യ വേല ചെയ്യാതിരിക്കുന്നുണ്ടോ, ആരെല്ലാം സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നുണ്ടോ, അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. അവർക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാവും, പക്ഷെ ശപിക്കപ്പെട്ട കുടുംബമാണവർ. ആരാൽ ശപിക്കപ്പെട്ടവനാണ്? കർത്താവിൻ്റെ വചനത്താൽ ശപിക്കപ്പെട്ടത്. കാര്യം വിവരം, വിദ്യാഭ്യാസം ഉണ്ടാകും, സമ്പത്തുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, റബ്ബറുണ്ട്, ബിസിനസ്സുണ്ട്, കടയുണ്ട്, ജോലി എല്ലാം ഉണ്ട്. പക്ഷേ ആ ഫാമിലിയുടെ സ്റ്റാറ്റസ്, ആ വ്യക്തിയുടെ ആ കാറ്റഗറി, ആ അപ്പൻ ശപിക്കപ്പെട്ടൊരു അപ്പനാണ്, ആ അമ്മ ശപിക്കപ്പെട്ടൊരു അമ്മയാണ്, ആ യുവാവ്, ആ യുവതി, ആ ഈ കുട്ടി, ആ ബാലൻ, ആ ബാലിക ശപിക്കപ്പെട്ട ഒരു ബാലിക. കർത്താവിന് നിന്ദ്യമായിട്ടാണ് വളർന്നു വരുന്നത്. നമ്മൾ സുവിശേഷ വേല പരിശീലിപ്പിക്കാതെ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വന്നാൽ കർത്താവിന് നിന്ദ്യനായ ഒരു കുട്ടിയായിട്ടാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ പങ്കാളിത്തം വഹിക്കാതെ ഒരു കുടുംബം ഇടവകയെ വളർന്നു വരികയാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിന് നിന്ദ്യമായ ഒരു കുടുംബമായിട്ടാണ്, ശപിക്കപ്പെട്ടൊരു കുടുംബമായിട്ടാണ് ആ കുടുംബ ഇടവക വളർന്നു വരുന്നത്. ഒരു ഇടവക കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹമില്ലാതെ അതിലും ഇതിലും ഊർജവും സമയമൊക്കെ ചെലവഴിച്ച് ഇടവക മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന് മുമ്പിൽ ആ ഇടവക ഒരു ശപിക്കപ്പെട്ട ഇടവക എന്ന നിലയിലാണ് നീങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രൂപതയുടെ കാര്യവും അങ്ങനെ തന്നെ, സഭയുടെ കാര്യം, റീത്തിൻ്റെ കാര്യം എല്ലാം അങ്ങനെ തന്നെ മക്കളെ. ഈ സമയത്താണ് വേറൊരു പ്രശ്നം ഉണ്ടായി. ഒരു ജീസസ് യൂത്തുകാരുടെ ഒരു പ്രോഗ്രാമിൽ ഒരു സ്കിറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയ ഒരു ചേട്ടൻ്റെ മനോഭാവമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ധ്യാനം കഴിഞ്ഞ് 5 ദിവസം ധ്യാനമൊക്കെ താമസിച്ചുള്ള ധ്യാനം കൂടി അതിൽ ക്ലിയറായി, മൂക്കറ്റം മദ്യപിച്ചിരുന്ന ആളുകളും വലിയ വ്യഭിചാരം ചെയ്തിരുന്ന ആളുകളും അല്ലെങ്കിൽ അങ്ങനെ അലസന്മാരായ ആളുകളും കുടുംബം നോക്കാത്തവരൊക്കെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പാപം ഉപേക്ഷിച്ച് വിശുദ്ധി പ്രാപിച്ചു. അവർ ലാസ്റ്റ് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അച്ഛാ, ഈ കൃപ നഷ്ടപ്പെടാതെ അവസാനം വരെ, മരണം വരെ മുമ്പോട്ട് പോകാൻ വേണ്ടി അച്ഛൻ എന്ന് പ്രാർത്ഥിക്കണം. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉണ്ടല്ലോ അല്ലേ? ഈ കൃപ നഷ്ടപ്പെടാതെ അങ്ങോട്ട് മരിക്കുന്നത് വരെ അങ്ങോട്ട് വിശുദ്ധിയിൽ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ചേട്ടന്മാരും ചേച്ചിമാരും എന്തൊക്കെ ചെയ്യണമെന്നറിയാവോ? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, ഇനി തിരിച്ചു എന്നിട്ട് ഇതുവരെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒന്നും നോക്കിയിട്ടില്ല, ഇനി അങ്ങോട്ട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കി, എൻ്റെ പറമ്പ് കുറേ കിടപ്പുണ്ട്, കളച്ചിട്ടുമില്ല, പണിയെടുത്തിട്ടുമില്ല, അതുകൊണ്ട് പറമ്പിൽ പണിത് 24 മണിക്കൂർ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കി നീറ്റായിട്ട് എൻ്റെ കുടുംബത്തിൽ ജീവിക്കും. ഭാര്യമാർ ആഗ്രഹിക്കുന്ന ആഗ്രഹമാണത്. ഭർത്താക്കന്മാർ എപ്പോഴും അവിടെ വേണമെന്നുള്ളത്. ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറിച്ച്, മക്കളെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടവക വികാരി, ഇടവകയുടെ സന്താനങ്ങളെ കുറിച്ച്, ഇടവകാരെ എല്ലാവരും ഇടവക തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതുതന്നെയാണ് ഈ ചേട്ടന്മാർ പറയണത്. ധ്യാനം കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇനി വേറെ ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ടിന് പോവില്ല, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് പോവുകയില്ല, എൻ്റെ വീട്ടിൻ്റെ ഉത്തരവാദിത്വം നോക്കി അങ്ങനെ വീട്ടിൽ നിൽക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ പള്ളി പോയി ഇതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരും. അങ്ങനെ ജീവിച്ച് മുമ്പോട്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ഉറപ്പാണ് മരിക്കുമ്പം നിത്യ നരകാഗ്നി ആയിരിക്കും നിങ്ങൾ കാണാൻ പോണത്. നിങ്ങൾ ഒരു പാപവും ചെയ്യേണ്ട, ഇങ്ങനെ ജീവിച്ചാൽ മതി. ധ്യാനം കഴിഞ്ഞ് പാപം ഉപേക്ഷിച്ച് കുമ്പസാരിച്ച് എല്ലാം ക്ലിയറാക്കി നിങ്ങളുടെ കാര്യം മാത്രം നോക്കി അങ്ങോട്ട് പോവുക. നരകത്തിൽ പോയി കിടക്കാം.
ഇങ്ങനത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് ആ ചേട്ടൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് കരുണ തോന്നി, ഈ പാവപ്പെട്ട ആത്മാവിനെ ഒരു ജ്ഞാനം കൊടുക്കാൻ തോന്നി. അങ്ങനെ ഒരു സ്വപ്നം ആ ചേട്ടന് കൊടുത്തു. ആ സ്വപ്നമാണ് സ്കിറ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ ട്രെയിൻ ഇങ്ങനെ കൂകിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ചേട്ടൻ ഒരു ബോഗിയിലിരിക്കുകയാണ്, ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ്. ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ ആ കമ്പാർട്ട്മെൻറ്റിൽ. ട്രെയിൻ ഒരു സ്റ്റേഷനിലും നിർത്തണില്ല, അതിവേഗം ചീറിപ്പാഞ്ഞ് പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ വളരെ കടോരമല്ല, കർണാനന്ദകരമായ സംഗീതം കേൾക്കാൻ തുടങ്ങി. ഭയങ്കര ഇതുവരെ കേട്ടിട്ടില്ലാത്ത മംഗളകരമായ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി, സംഗീതങ്ങൾ. ഓ, ഇത് ഏത് സ്റ്റേഷനാണ് ഇത്രയും നല്ല പാട്ട് വെച്ചിരിക്കുന്ന സ്റ്റേഷൻ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കുറേ ദൂരത്തുനിന്ന് കാണാൻ സ്വർണ്ണ ലിപികൾ എഴുതിയിരിക്കുകയാണ് സ്റ്റേഷൻ. ആ സ്റ്റേഷൻ്റെ പേരാണ് സ്വർഗം. സ്വർഗം എന്ന സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ട്രെയിൻ നിന്നത്. ട്രെയിൻ നിന്ന ഉടനെ ഇതാ പിതാവായ ദൈവം, ഇതാ പുത്രനായ യേശു, ഇതാ പരിശുദ്ധാത്മാവ്, മാലാഖമാരെല്ലാം ബാൻഡ് വിളിക്കുകയാണ്. ഭയങ്കര പുതിയ ട്യൂണും പുതിയ രീതി, ഭയങ്കര രസം. അപ്പോൾ അതാ യേശു എന്ന് ആദ്യത്തെ ബോഗി തുറന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു മനുഷ്യൻ ചാടി ഇറങ്ങി. യേശു കൈ കൊടുത്തു, തലയിൽ വലിയ കിരീടം വെച്ചു, പേര് നോക്കി, അബ്രാഹം എന്നൊരു പേരാണ് കണ്ടത്. അബ്രാഹം ഇറങ്ങിയപ്പോൾ കോടിക്കണക്കിന് ആത്മാക്കൾ ആ ബോഗിയിൽ നിന്ന് ചാടി ഇറങ്ങി. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര റിസപ്ഷനാണ്. മാലാഖമാരെല്ലാം ഇന്ന് വരെ ഏറ്റവും ടോപ്പ് സംഗീതം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അബ്രാഹത്തെ സ്വീകരിച്ച് അത് അടുത്ത ബോഗി തുറന്നു. ഇതാ ഇസഹാക്ക്. പിന്നത്തെ ബോഗി യാക്കോബ്, അവരുടെ കൂടുതലൊക്കെ ഉണ്ട് കോടിക്കണക്കിന് ആത്മ. ഇതാ പിന്നൊരു ബോഗി തുറന്നു, ഡോൺ ബോസ്കോ, ഇഷ്ടം പോലെ കോടിക്കണക്കിന് ആത്മ. ഇതാ പിന്നെ പോയി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇത് കോടിക്കണക്കിന് ആത്മാക്കൾ. ഇതേ മദർ തെരേസ. അങ്ങനെ ഓരോരോ ബോഗി തുറന്ന് വരികയാണ്. അപ്പോൾ അതേ ഒരു ബോഗി തുറന്നു. നമ്മുടെ ഇടവേല പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ, അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് 100-200 പേര്, അല്ല കുറേ ആളുകൾ. അപ്പോൾ ഈ ചേട്ടൻ നോക്കുമ്പം ചേട്ടൻ്റെ കൂടെ ആരുമില്ല, ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ വിചാരിച്ചു എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വലിയ റിസപ്ഷൻ. കാരണം എന്താ വെച്ചാൽ അവർക്കുള്ള റിസപ്ഷനൊക്കെ ഡിവൈഡഡ് ആയി പോയി. കൂടുതൽ അലവലാതിയല്ല, ഈ ഇങ്ങനെ ബസ്സിൽ കുത്തി നിറച്ച് പോണ മാതിരി എല്ലാവരും കൂടെ വന്നപ്പോൾ വേണ്ടത്ര ഇത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എനിക്കായിരിക്കും ഫുൾ റിസപ്ഷൻ കിട്ടണമെന്ന് വിചാരിച്ച് ഈ ചേട്ടൻ അങ്ങനെ ഇരിക്കും. കാരണം ഈ ചേട്ടൻ നിസ്സാര ആളല്ല. ധ്യാനം കൂടിയിട്ട് ഇന്ന് വരെ വേറൊരു കാര്യത്തിന് പോയിട്ടില്ല, വേറൊരു കാര്യത്തിൽ ഇടപെട്ട്, നാട്ടിൽ പലതും നടന്നു, ഒന്നിലും ഇടപെട്ടിട്ടില്ല. നേരെ പള്ളി പോകും, തിരിച്ചു വരും, സന്ധ്യാപ്രാർത്ഥന, വീട്ടിലെ കാര്യം, പറമ്പിലെ കാര്യം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ബോഗിയും കഴിഞ്ഞപ്പോൾ ട്രെയിൻ അടഞ്ഞു, വല്ല വാതിലും അടഞ്ഞു. മാലാഖമാരൊക്കെ പതുക്കെ പോവുക. യേശുവും പിതാവും പരിശുദ്ധാത്മാവും എല്ലാം ഉള്ളിലേക്ക് കയറി, സ്വർഗത്തിലേക്ക് കയറി. മാലാഖമാർ. അപ്പോൾ ഈ മനുഷ്യൻ ആരും മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഇടയ്ക്ക് മാലാഖയെന്ന് വിളിച്ചു നോക്കി. കാരണം ഭൂമി ജീവിച്ചിരുന്ന കാലത്ത് ഈ മാലാഖയായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന. പക്ഷേ ഇപ്പം മാലാഖ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒന്നാം സ്വർഗം. ഒരുവിധം ഉള്ളവരൊക്കെ ഇവിടെയായിരിക്കും സ്വീകരിക്കുന്നത്. 7ാം സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയായിരിക്കും ഏറ്റവും ടോപ്പ് റിസപ്ഷൻ. മെയിൻ ആയുള്ള ആളുകളൊക്കെ അവിടെയായിരിക്കും. കാരണം അത്രയും നന്നായിട്ട് ജീവിച്ച ആളാണത്. അതുകൊണ്ട് 7ാം സ്വർഗത്തിൽ വിചാരിക്കും ഞാൻ ട്രെയിൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ മുട്ടൻ തെറി കേൾക്കാൻ തുടങ്ങി. തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറി മാത്രം. അവിടുത്തെ ലാംഗ്വേജ് പച്ചത്തെറിയാണ്. അങ്ങനത്തെ ഉടനെ ഇതേത് സ്റ്റേഷനായിരിക്കും എന്ന് പറഞ്ഞ് തലയിട്ട് നോക്കുമ്പോഴത്തേനും ദൂരത്ത് കാണാം തീ നരകം എന്നുള്ള സ്റ്റേഷനാണ്. ഫാസ്റ്റ് അപ്രോച്ചിങ്. ഉടനെ ദൈവമേ, ഞാൻ ധ്യാനം കൂടി ക്ലിയറായിട്ട് ഞാൻ വേറെ ഒരു പാപത്തിനും പോയില്ല. അപ്പോഴേക്കും ട്രെയിൻ നിൽക്കാൻ ഇടവന്നില്ല. ട്രെയിൻ അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തണേ ഉള്ളൂ. ഈ നരകപിശാചുകളെല്ലാം കൂടെ കയറി വന്ന് ഈ ട്രെയിനിൻ്റെ ബോഗിയെല്ലാം വലിച്ചു പൊളിച്ച് ഇയാളെ തപ്പി നടക്കുക. ഓരോരുത്തരെ അവസരം ഇയാളെ കണ്ടുകെട്ടി അയാളെ എടുത്തിട്ട് ചവിട്ടാനും ഇടിക്കാനും തുടങ്ങി. ഉടനെ ചോദിച്ചു, അയ്യോ നിങ്ങൾക്ക് എന്ത് കാര്യം? ഞാൻ ധ്യാനം കൂടി വചനം കേട്ട് പാപമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ക്ലിയറായി വേറെ ഒരാളുടെയും കാര്യത്തിൽ ഇടപെടാതെ ജീവിച്ചു വരികയായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ചവിട്ടുന്നു? നീ ധ്യാനം കൂടി നീ ക്ലിയറായിരിക്കുന്ന ആളെ എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് അങ്ങനത്തെ ഉള്ള ആൾക്കാണ് ഈ ചവിട്ടെന്ന് പറഞ്ഞ് 4 ചവിട്ട് വേറെ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ചവിട്ടാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരൻ, ഈ ചേട്ടൻ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകണില്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ നരകാഗ്നി വന്നു എന്നുള്ളത്. ഞാനതൊരു സ്കിറ്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാകാൻ വിചാരിച്ച സമ്മതിക്കുകയില്ല. ഓരോ സ്കിറ്റും പരിപാടി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. അതെനിക്കൊരു ഉത്തരം തന്നു. എസെക്കിയേൽ 33:6. അവിടെ
എല്ലാ മനുഷ്യനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കും. ഈ രാത്രി എല്ലാ മക്കളും ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നിങ്ങൾ 50% രക്ഷപ്പെടും. എസെക്കിയേൽ 33:6 വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ കണക്ക് ചോദിക്കും. കാവൽക്കാരനായിരിക്കും ഉത്തരവാദി. എന്താ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഒരാൾ പാപം ചെയ്യുന്നത് കണ്ടിട്ടും നിങ്ങൾ അദ്ദേഹത്തെ ചേട്ടൻ പാപത്തിലാണ് നീങ്ങുന്നത്, ചേട്ടൻ്റെ ആത്മാവ് നാശത്തിലാണ്, ചേട്ടൻ വചനം കേൾക്കണം, ചേട്ടൻ പിന്തിരിയണം എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിന്റെ അതരം തുറന്ന് സംസാരിക്കാതിരുന്നാൽ, ഇടപെടാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, ഉപവസിക്കാതിരുന്നാൽ ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ, ജനം പാപമേത് നന്മയേതും തിരിച്ചറിവ് കിട്ടാതെ അവർ വധിക്കപ്പെടാനിട വരും. അങ്ങനെ വധിക്കപ്പെട്ടാൽ അവരുടെ പാപത്തിലായിരിക്കും അവർ മരിക്കുക. അങ്ങനെ ഒരാൾ നിങ്ങളുടെ നാട്ടിൽ പാപത്തിൽ മരിച്ചാൽ ആ മനുഷ്യൻ ചെയ്ത മുഴുവൻ പാപത്തിൻ്റെ കണക്ക് അതിൻ്റെ ഉത്തരവാദി നീ ആയിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നിന്നെ ഉത്തരവാദിത്തപ്പെടുത്തുന്നുണ്ട്. ഇത് കേൾക്കാതെ നിങ്ങൾ മരിക്കരുതെന്ന് കർത്താവിന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ രാത്രി കേൾക്കണത്. അപ്പം നിങ്ങളുടെ അടുത്തൊരു പാപി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപിയോട് നിങ്ങൾ വചനം പറഞ്ഞ ആ പാപിയെ വിശുദ്ധ ജീവിതത്തിലേക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആ പാപി ചെയ്ത മുഴുവൻ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വ്യഭിചാരത്തിന് പോകണ്ട, മദ്യപിക്കാനും പോകണ്ട, നരകത്തിൻ്റെ അടിത്തട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 3:18 ഇവിടെ പകരം ചോദിക്കുന്നതാണെങ്കിൽ എസെക്കിയേൽ 3:18 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. അങ്ങ് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. ഇപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ അട്ടപ്പാടിയിൽ എൻ്റെ ഇടവകയിൽ എൻ്റെ ഇടവക്കാർ മാത്രമല്ല, എനിക്ക് അറിയാവുന്ന ഒരു പാപത്തിൽ വീണാൽ എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ പോയി പറയണം. എൻ്റെ കേരളത്തിൽ ആരെങ്കിലും കഠിനമായ പാപം ഞാൻ സംസാരിക്കണം, ഞാൻ ഉപവസിക്കണം, എൻ്റെ ഡ്യൂട്ടിയാണത്. വായിച്ചു നോക്കിയേ എസെക്കിയേൽ 3:18 അവസാന ഭാഗം: തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ വഴക്ക് പറയാതിരുന്നാൽ, വഴക്ക് പറയാ ദേഷ്യപ്പെടുക എന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട. തക്ക സമയത്ത് ശാസിക്കാതിരിക്കുന്നതാണ് തെറ്റ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ തിന്മ നീ കണ്ടിട്ട് നീ സ്റ്റിക്കറും വായിലൊട്ടിച്ച് നടന്നാൽ, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ ശാസിക്കാതിരുന്നാൽ, നീ താക്കീത് ചെയ്യാതിരുന്നാൽ, നീ വഴക്ക് പറയാതിരുന്നാൽ, ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ തഴങ്ങും, അവന്റെ പാപത്തിൽ ശക്തി പ്രാപിക്കും, പാപം കട്ടപിടിക്കും, കുടുംബത്തിൽ പാപം കട്ടപിടിക്കും, ഇടവകയിൽ പാപം കട്ടപിടിക്കും. സംസാരിക്കേണ്ടവർ സംസാരിക്കണം, താക്കീത് ചെയ്യേണ്ടവർ താക്കീത് ചെയ്യണം, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സംസാരിക്കണം, പറയണം, ശാസിക്കണം, താക്കീത് ചെയ്യണം, തിരുത്തണം. അങ്ങനെ താക്കീത് ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ അവന്റെ ദുഷ്ടതയിൽ ശക്തി പ്രാപിക്കും, അവന്റെ പാപത്തിൽ മരിക്കും. എന്നാൽ അവന്റെ പാപത്തിന് നീ ആയിരിക്കും ഉത്തരവാദി. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈസ് അപ്പോൺ യു. യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് സോൾ. ആ ആത്മാവിൻ്റെ നാശത്തിൻ്റെ ഉത്തരവാദി നീ ആയിരിക്കും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിസ്സാരമായൊരു കാര്യമല്ല ദൈവരാജ്യ വേല, സുവിശേഷ വേല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു ചേടത്തി എന്നോട് ചോദിച്ചു, അച്ഛാ, ഇക്കണ്ട മറക്കട മുഷ്ടികൾ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അച്ഛനറിയാവോ? എൻ്റെ ഭർത്താവിനോടെങ്ങാനും ഞാൻ ചെന്ന് പറയുകയാണെങ്കിൽ കള്ളപ്പുണ്യാളത്തി എന്ന് പറഞ്ഞങ്ങനെ തുടങ്ങിയിട്ട് എവിടെ ചെന്ന് അവസാനിക്കാന്ന് അച്ഛനറിയാൻ പാടില്ല. ഞാൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ കാണുന്ന ഭാവി എൻ്റെ ഭർത്താവാണ്. പിന്നെ എൻ്റെ മൂത്ത മക്കള്, ആൺമക്കള്, പെൺമക്കൾ വലിയ കുഴപ്പമില്ല. അപ്പൊ അതുങ്ങളോടൊക്കെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൂക്കറ്റം കുടിച്ചു വന്നത് തൊഴിയും ചവിട്ടൊക്കെ അച്ഛനെ അറിയാൻ പാടില്ല എന്നിട്ടാ. അപ്പോ
ഇങ്ങനെയൊക്കെ ഉള്ളവരോട് സുവിശേഷം പറഞ്ഞാൽ ശരിയാവുക അച്ഛാ. അച്ഛന്മാർ ഇവിടെ പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞ പ്രശ്നമാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സുവിശേഷ വേല ചെയ്തിട്ട് കാര്യമില്ല, അസീസി പുണ്യാളം ചെയ്താൽ കുഴപ്പമില്ല, മദർ തെരേസ ചെയ്താൽ കുഴപ്പമില്ല, ഞാൻ ചെയ്താൽ അത് ശരിയാവില്ല, ഞാൻ ചെയ്തിട്ടൊന്നും ഒരു ആത്മാവ് രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദുഷ്ടപിശാചിന്റെ തട്ടിപ്പാണത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ 94 ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണം, എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് ആത്മാക്കളെ നടണം. ഒരു പൊറുതിയില്ലാത്ത ഒരു സ്വഭാവമായി. ഒരു രൂപതാ വൈദികനാ, ഇടവകാരിയായിരിക്കേണ്ട ആളാ ഞാൻ. എനിക്ക് ഒരു പൊറുതിയില്ല, ഇങ്ങനെ ആത്മാക്കളെ നേടണം. അപ്പോൾ പല ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്ത് കണ്ടിട്ടാണ് ഈ ചാടി പുറപ്പെടുന്നത്? ഇതിനേക്കാൾ വലിയ എത്ര പേര് ലോകം നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. സോളമൻ, ദാവീദ്, ഏശയ്യ, ജെറമിയ, ഹോസിയ, ദാനിയൽ, ഇവരൊന്നും നോക്കിയിട്ട് ലോകം നേരെയായിട്ടില്ല. സാക്ഷാൽ യേശുക്രിസ്തു വന്നിട്ട് തന്നെ ലോകം പഴയതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു അച്ഛനെ അട്ടപ്പാടിയിൽ നിന്ന് വന്നാലോ. എൻ്റെ മനസ്സിനെ തളർത്തിയൊരു വാദഗതിയാണത്. അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നണില്ലേ? നമ്മളൊരാൾ ഒരു ചേട്ടത്തി ഈ കാഞ്ഞിരപ്പള്ളിയിൽ ആ മലയുടെ മുകളിൽ ഏത്തയാറിൽ ഒരു മലയുടെ മുകളിൽ ഇരുന്നൊരു ചേട്ടത്തി എനിക്ക് ആത്മാക്കളെ നേടണം എന്ന് പറഞ്ഞു ഇങ്ങനെ കിടന്ന് വരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ലോകം നന്നാകുമോ? ഉണ്ടെന്നില്ലല്ലോ. ഒരു ചെറിയ കുട്ടി പറയും ഞാൻ 8ാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ 5ലാണ്. ഈ 5ൽ പഠിക്കുന്ന ഈ ഇവിടെ വലിയ വലിയ ആളുകൾ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ബെനഡിക്റ്റ് പാപ്പ, ഫ്രാൻസിസ് പാപ്പ, അവർ നോക്കിയിട്ട് ഫുള്ളാക്കി നേരാക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ ഈ 5ാം ക്ലാസ്സുകാർ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കാൻ പിശാച് നിങ്ങളിൽ ചിലരെ പ്രേരിപ്പിക്കും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അറിയാത്തത് കൊണ്ടും നിങ്ങളുടെ വിളിയുടെ വില അറിയാത്തത് കൊണ്ടുമാണ് തെറ്റുപറ്റുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാൻ അന്റോണിയോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. ഒരു ചെറിയൊരു സ്ഥലമാണത്, ഒരു ഗ്രാമം പോലൊരു സ്ഥലമാണ് സാൻ അന്റോണിയോ, ടെക്സാസ് സ്റ്റേറ്റിലാണ്. അവിടെ എന്നെ വലിയൊരു വണ്ടിയിൽ ഒരു ചേട്ടൻ ആ ധ്യാന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ചേട്ടനെ കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി മഹാമർക്കടമുഷ്ടിയും പോക്കരിയും കള്ളുകുടിയനും ആകാൻ സാധ്യതയുള്ള ഒരു ചേട്ടനാണ്. മുഖപ്രകൃതം കാണുമ്പോൾ അറിയാം. ദൈവമേ, ഞാനങ്ങനെ വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ് കൊന്തയിലിക്കൊണ്ട്. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ ആ ചേട്ടൻ, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ചൊരു നേരെ വിപരീത സ്വഭാവം. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ചേട്ടത്തി പിന്നെ പിള്ളേർ 2 പേര് 4 പേര്. അപ്പോൾ 15 ഒരു സാഞ്ചി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ആ അപ്പൻ കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവളാണ് ഈ കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശുവാണ് രക്ഷ. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ റിയാക്ഷൻ. തിയോളജിക്കലി തെറ്റാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു യേശുവാണ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ച്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവം ഇല്ല, ഇതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. സയൻസാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള കാര്യം. സയൻസ് മതി, ദൈവവിശ്വാസം വേണ്ട. വൈദികർ തട്ടിപ്പാണ്, സഭ തട്ടിപ്പാണ്. പള്ളിയൊക്കെ വെറുതെ ഒരു സോഷ്യൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പള്ളി. അല്ലാതെ ഈ പറഞ്ഞ ദൈവികമായ കാര്യമൊന്നും ഈ പള്ളിയിലില്ല. ഇതിങ്ങനെ എല്ലാവരും കൂടെ ഒരു സംവിധാനം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകണം, ഇത്രേ ഉള്ളൂ. ഇന്ന് എത്ര വില കൽപ്പിച്ചാൽ മതി, അല്ലാതെ കണ്ടമാ നമ്മളൊന്നും അതിന് വില കൊടുക്കാൻ പോകണ്ട. ഇരുന്നോട്ടെ, ഒരു സ്ഥാപനം നമുക്ക് മരിച്ചാൽ അടക്കണം, ഒരു സ്ഥലം വേണമല്ലോ, അതുകൊണ്ട് ഒരു സംവിധാനം ഇരുന്നോട്ടെ, ഇല്ലാതാക്കണ്ട. ഇത്രയൊക്കെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എന്നോട് പള്ളിയിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല, കള്ളു കുടിക്കരുത്, ഞാൻ കള്ളു കുടിക്കും. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ അത് അച്ഛന്മാരൊക്കെ ഞാനാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പോക്കൻ സ്വഭാവക്കാരനായിരുന്നു ഞാനെന്ന് ആ ചേട്ടനോട്. അത് ഞാൻ പറഞ്ഞു, ഐ ആം ആൻ എത്തീസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിനോദമാണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് മദ്യങ്ങൾ കുടിക്കുക. 4 ഷോപ്പുണ്ട്, 4 ഷോപ്പിൽ മദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. നല്ല പണമുണ്ട്, മദ്യമൊക്കെ വിറ്റ എങ്ങനെയാണെന്നറിയില്ല, ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് വണ്ടിയിൽ നടക്കുക, ഏറ്റവും ടോപ്പായി ജീവിക്കുക, ടോപ്പായി ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ആളുകളൊക്കെ കൂടുമ്പോൾ അതിനകത്ത് ഏറ്റവും മെയിൻ സ്ഥാനത്ത് നിൽക്കുക, ഇങ്ങനെ നല്ല ടോപ്പായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ്
8ാം ക്ലാസ്സിൽ പഠിക്കുന്നെങ്കിൽ 13 വയസ്സുള്ള സാൻഡി എന്ന് പറഞ്ഞ കുട്ടി ഇതുപോലെ വചന ശുശ്രൂഷയിൽ കൂടി ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടി. ഉടനെ സാൻഡി വീട്ടിൽ ചെന്നപ്പോൾ സാൻഡി കണ്ടത് സാൻഡിയുടെ കുടുംബം മുഴുവനും ആത്മനാശത്തിലേക്ക് പോകുന്ന ആളുകൾ തങ്ങുന്ന ഇടമായിട്ടാണ്. സാൻഡിയുടെ ചേട്ടനുണ്ട്, 10ാം ക്ലാസ്സുകാരനാണ്, സാൻഡി 8 ആയിട്ടുള്ളൂ. അവൻ എത്തിയിസ്റ്റാണ്, അവന് ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പൻ എങ്ങനെ അതുപോലെ തന്നെ മകനും, അപ്പൻ എത്തിയിസ്റ്റ്, ചേട്ടൻ എത്തിയിസ്റ്റ്, അമ്മയും അതുങ്ങളുടെ ഇടയിൽപ്പെട്ടിട്ട് അതേപോലെ ആ ട്രാക്കിൽ പോവുക. അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ല അവിടെ. അപ്പോൾ പിന്നെ കള്ളൊക്കെ കുടുംബം ചില കുടിക്കാമെന്നല്ലാതെ വേറെ അമ്മ പറഞ്ഞപ്പോൾ ഞാനൊരാൾ നോക്കിയിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, എല്ലാം പോയി, അമേരിക്കയിലുമായി, നീ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോവുക. അപ്പോഴാണ് ഈ 8ാം ക്ലാസ്സിലെ ഈ കുട്ടി വചനം കേട്ട് വീട്ടിൽ വന്നപ്പോൾ കുടുംബത്തിലെ അമ്മയും അപ്പനും ചേട്ടനും എല്ലാവരും ദൈവത്തെ നഷ്ടപ്പെട്ടവ, ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്ന ജീവിതമായിട്ട് കണ്ട് ഒരാളോട് മിണ്ടാൻ പറ്റില്ല. കാരണം അത്രയും ലോജിക്കലായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പനും ചേട്ടനും, എത്തിയിസ്റ്റുകളാണ്. ആ അപ്പൻ തന്നെ എന്നോട് പറഞ്ഞെങ്ങനെയാണ്, ഏതെങ്കിലും വിശ്വാസത്തിൽപ്പെട്ടവരെ യേശുവിലേക്ക് വിട്ടേ എളുപ്പമാണ്, പക്ഷെ ഒരു വിശ്വാസമില്ലാതെ യുക്തിവാദികളും എത്തിയിസ്റ്റ് ആയിട്ടുള്ളവരെ, വെറും സയൻസ് മാത്രം വിശ്വസിക്കുന്നവരെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല പാടാ. ഇത് അപ്പനറിയാം. ഇതാണ് സാൻഡി കാണുന്നത് സാൻഡിയുടെ കുടുംബത്തിൽ. അതെന്ത് ചെയ്തു? അത് കർത്താവിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, എൻ്റെ അപ്പനെ നരകത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മയെ നരകത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ചേട്ടൻ നരകത്തിൽ പറഞ്ഞ് സമ്മതിക്കില്ല. അത് രാത്രിക്ക് 2 മണിക്കൊക്കെ ടൈം പീസ് വെച്ച് എഴുന്നേറ്റ് 2 തൊട്ട് 3 വരെയൊക്കെ അതിങ്ങനെ കൈ വിരിച്ച് പിടിച്ച് അത് കിടക്കണ മുറിയിൽ മെറ്റൽ വിരിച്ചിട്ട് ചരളല്ല മെറ്റൽ പോലെ സാധനമാണത്, അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുമേൽ നിന്ന് അപ്പന് വേണ്ടി കണ്ണീരൊഴുക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വരാത്തിടത്തോളം കാലം ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ പിന്നെ അത് ഇതല്ലാതെ വേറൊരു വിചാരം ഉണ്ടാവില്ല മക്കളെ. കമ്പ്യൂട്ടർ കളിക്കണം, ഗോട്ടിയല്ല മൊബൈൽ കളിക്കണം, പണ്ടത്തെ ഗോട്ടിയൊന്നും ഇല്ല, മൊബൈൽ കളിക്കണം, കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കയറണം, പിന്നെ ഈ ഇങ്ങനെ വീർത്ത് വരുന്ന ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ അതിലല്ലാതെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മകനാണ്, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കോ. ഞാനിത് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം വരികയാണെങ്കിൽ ആ ദേഷ്യം ഞാൻ ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതിന് ആ സാൻഡിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ ആ സാൻഡിയുടെ സന്തോഷം അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി. കാരണം ഈ ഏറ്റവും ആദ്യത്തെ ലോകം നമ്മുടെ കുടുംബത്തിൽ 3 പേര് നിത്യനാശത്തിലാണ്. പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല. വൈദികരെ എപ്പോഴും കുറ്റം പറയും വീട്ടിൽ ഇരുന്ന്. കാരണം വൈദികരെ പള്ളി പോകും, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കും, വീട്ടിൽ വന്ന് എല്ലാം പൂരം ചീത്ത പറയും. ഇത് ഈ സാൻഡി കണ്ടുകൊണ്ടിരിക്കും 8ാം ക്ലാസ്സിലെ കുട്ടി. ഈ സാൻഡി പറഞ്ഞ് എൻ്റെ അപ്പൻ ഇങ്ങനെ പോയാൽ നരകത്തിൽ പോകും. ആദ്യം അപ്പന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര പ്രാർത്ഥിച്ചിട്ടും അപ്പനെ മാറ്റം വരുന്നില്ല. അപ്പോൾ ആ സാൻഡി വീണ്ടും ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ അപ്പനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മ വേറൊരു വഴി പറഞ്ഞു കൊടുത്തു. വെഞ്ചിരിച്ച വെള്ളം അപ്പൻ്റെ നെറ്റിയെ കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ വെളുപ്പിന് 2 തൊട്ട് 3 വരെ പ്രാർത്ഥിച്ചിട്ട് 3 മണിയൊക്കെ ആകുമ്പോൾ അപ്പൻ്റെ മുറിയിലേക്ക് പതുക്കെ ചെല്ലും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ അപ്പനിങ്ങനെ കള്ളു കുടിച്ചിട്ട് കാണല്ലോ, അങ്ങനെ സാധനം ലിറ്റർ കണക്കിനല്ല, ബാരൽ കണക്കെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ സ്റ്റോക്കുണ്ട് വീട്ടിൽ. ഒരു തവണ പെട്ടെന്ന് എടുത്ത് പറഞ്ഞാൽ 47 കുപ്പി കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റോക്ക് ഉണ്ടാവും ശരിക്കുള്ള ഓരോ സമയത്തൊക്കെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഇതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കുട്ടി അപ്പൻ്റെ കടക്കേടടുക്ക് പോയി മുട്ടുമ്പോൾ നിന്ന് ഇതൊക്കെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് ഹോളി വാട്ടർ കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് അപ്പൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കും. അപ്പം പറഞ്ഞെങ്ങനെയാണ്, ഒരു ദിവസം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നെറ്റിയെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം തുറന്ന് ഒരു ദിവസം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയാണ് നിൽക്കുന്നത്. ഈ അപ്പനെ കുറേ കഴിഞ്ഞപ്പോൾ അപ്പം പറയുകയാണ്, എനിക്ക് മദ്യപിക്കാൻ പറ്റണില്ല. പക്ഷെ ദൈവത്തിലേക്കൊന്നും വന്നിട്ടില്ല, മദ്യപിക്കാൻ പറ്റണില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദ്യപിക്കുക എന്നുള്ളത് വിച്ച് ഇസ് മൈ ഫ്രീഡം, മദ്യപിക്കണ്ട. അപ്പോൾ അദ്ദേഹത്തിന് പിന്നത്തെ ഇൻട്രസ്റ്റ്, പിന്നെ സന്തോഷം മദ്യക്കുപ്പികളൊക്കെ നിരത്തി വെച്ച് അതൊക്കെ നോക്കി ഈ ഒരു നല്ല കർഷകൻ കൃഷി നോക്കിയിട്ട് സന്തോഷിക്കുന്ന മാതിരി സന്തോഷിക്കുന്ന പോലെയായിരുന്നു. ഏറ്റവും വില കൂടി പല ടൈപ്പ് വെറൈറ്റി, ഹോങ്കോങ്ങിൽ നിന്ന് കൊണ്ടുവന്നത്, ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നത്, പിന്നെ അങ്ങനെ പല ജർമ്മനിയിൽ പല സാധനങ്ങളുണ്ട്. അതെല്ലാം വെറൈറ്റി ആയിട്ട് വെച്ച് അതൊക്കെ കിടക്ക് നോക്കുക. എന്നിട്ട് ഓക്കെ അന്ന് പിന്നെ ജോലിക്ക് പോകും. അതൊരു ഹരമാണ്. ആ അപ്പൻ്റെ വേറെ സന്തോഷം, ആളുകളെ വിളിച്ച് പാർട്ടി കൊടുക്കുക. ഒരുപാട് പാർട്ടി, ക്രിസ്മസ് പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, ആനിവേഴ്സറി പാർട്ടി, അങ്ങനെ പല പാർട്ടികളുണ്ട് ആ രാജ്യത്ത്. ഈ പാർട്ടികൾക്കൊക്കെ വന്നു പറഞ്ഞാൽ മെയിൻ മദ്യം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പൻ പറയുകയാണ്, ഒരു ദിവസം തോന്നുകയാണ്, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ട് പറയാൻ പോവാണ്,
മദ്യപിക്കുന്നത് തെറ്റാണ്. മദ്യം ഇനി എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷനും മദ്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ തന്നെ ഇത് നല്ല ലോജിക്കലായുള്ള യുക്തിയുള്ള ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് നഷ്ടപ്പെടും. പക്ഷെ അദ്ദേഹം പറയാണ് സാരമില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൃപ കിട്ടാൻ തുടങ്ങി. അദ്ദേഹം പതുക്കെ കുമ്പസാരത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ തുടങ്ങി. ആത്മീയ അഭിഷേകം കിട്ടി, വചനം നിറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ആത്മാവ് നിത്യരക്ഷയിലേക്ക് അടുക്കുന്നതനുസരിച്ച് പാപത്തോട് അലകലാൻ തുടങ്ങി. മദ്യം നിർത്തി, പാർട്ടി നിർത്തി, പാർട്ടിക്ക് മദ്യം കൊടുക്കണം നിർത്തി, അങ്ങനെയുള്ള ഓരോന്നും നിർത്തി വന്നു. ഒരു ദിവസം തോന്നി ഈ കുപ്പിയെല്ലാം കൂടെ തല്ലിപ്പൊട്ടിച്ച് കളയണം. അങ്ങനെ ഒരു ദിവസം വീട്ടിലെല്ലാവരെയും വിളിച്ചു കൂട്ടി കുപ്പി തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എടുത്തപ്പോൾ തന്നെ 47 കുപ്പി സാധനം ഉണ്ടായിരുന്നു. അപ്പം ഫംഗ്ഷനൊക്കെ നിർത്തിയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ അപ്പോൾ ശരിക്കുള്ള കാലത്ത് എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പൊട്ടും പൊടിയെല്ലാം കൂടെ എടുത്തപ്പോൾ 47 കുപ്പി ഇരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം കൂടെ കൂടി തല്ലി ഉടച്ച് പൊട്ടിച്ച് കളഞ്ഞു. വിശ്വാസം കൊണ്ട് നിറഞ്ഞ് മുട്ടുമേ അദ്ദേഹം നിന്ന് കരഞ്ഞ് അദ്ദേഹം മുട്ടുമെന്ന് ഞാനൊക്കെ നിന്ന് പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് ക്ഷീണമൊക്കെ നിൽക്കും. പക്ഷെ അദ്ദേഹം മുട്ടുമേ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. പണ്ട് പൗലോസിലേക്ക് പറഞ്ഞില്ലേ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അതേ ഒരു അരൂപിയിലാണ് ഈ അപ്പം പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ അമ്മയ്ക്ക് ഭയങ്കര വ്യത്യാസം വന്നു. ആ അമ്മയും അതേപോലെ തീയായി. അപ്പനും അമ്മയും ഈ സാൻറ്റിയും 3 പേര് ഇന്ന് കർത്താവിൻ്റെ സാക്ഷികളാണ്. അപ്പം പറയാണ്, ഞാൻ ഇത്ര 47-57 വയസ്സായി, എൻ്റെ ഈ മോളില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ സ്ഥിതി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ നിത്യ നരകത്തിൽ നിബന്ധിക്കുമായിരുന്നു. ഈ മോളാണ് എൻ്റെ കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നത്. ഞാൻ യേശുവിനെ അറിഞ്ഞത് ഈ മോൾ വഴിയാണ്. ഞാൻ പാപത്തെ പാപമായും പുണ്യത്തെ പുണ്യമായും തിരിച്ചറിഞ്ഞ് ഈ മോൾ ജീവിച്ചിരിക്കണോണ്ടാണ്. എന്നിട്ട് അപ്പൻ സങ്കടത്തോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് വലിയ സങ്കടം, എൻ്റെ മകൻ 10ാം ക്ലാസ്സിലാണ്, അവന് ദൈവമില്ല, അവന് വിശ്വാസമില്ല, അവൻ എത്തീസ്റ്റാണ്, അവനോട് എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല, അവൻ പറയണത് നേരെ എതിര്. അപ്പം പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് എൻ്റെ മകൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി. അതുകൊണ്ട് ഇപ്പോൾ ഇവർ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ അങ്ങനെ തമ്മിൽ ഉപദേശമൊന്നുമില്ല, പ്രാർത്ഥനയാണ് എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു ഇടവകയിലൊരു വികാരിയച്ഛനിലൂടെ മാത്രമാണ് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നത് എന്ന് ചിന്തിച്ച് വശാകരുത്. അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ മാത്രമാണ് ലോകം മുഴുവനും ഇങ്ങനെ വചനം കേട്ട് ഓരോരുത്തരിലൂടെയും രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട്. എത്ര പ്രായം, 5 വയസ്സാണെങ്കിലും 7 വയസ്സാണെങ്കിലും 10 വയസ്സാണെങ്കിലും 13 വയസ്സാണെങ്കിലും 15 വയസ്സാണെങ്കിലും നമ്മളുടെ ദൈവരാജ്യ വേല വഴി രക്ഷപ്പെടേണ്ട ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. മാമോദീസ മുങ്ങി തിരിച്ചറിവ് കിട്ടുന്ന കാലം തൊട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദൈവരാജ്യ വേലയിൽ പങ്കാളിയാവുക. ദൈവരാജ്യ വേല എന്ന് പറയുമ്പോൾ വചനം സ്റ്റേജിൽ പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു ദൈവരാജ്യ വേലയാണ്. അതുപോലെ ഒരു 100,000 തരത്തിലുള്ള ദൈവരാജ്യ വേലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് മുട്ടുമേൽ നിന്ന് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സാൻഡി പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് അല്ലെങ്കിൽ ദൈവവചനം കേട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ പാപത്തിൽ മുന്നോട്ട് നീങ്ങുന്നു, അമ്മ പ്രാർത്ഥനയില്ലാതെ ലോകപ്രകാരം മുന്നോട്ട് നീങ്ങുന്നു, ചേട്ടൻ വിശ്വാസമില്ലാതെ അവിശ്വാസിയായി മുന്നോട്ട് നീങ്ങുന്നു. അത് കണ്ടിട്ട് അതൊന്നും അത് അവരുടെ ഫ്രീഡം, അവരുടെ ജീവിതം, ഞാൻ അതിനകത്ത് ഇടപെടില്ല, ഞാൻ ധ്യാനം കൂടി, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ സ്വകാര്യ പ്രാർത്ഥന ചെയ്ത് പോയിക്കൊള്ളാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരിയായ ഒരു ആധ്യാത്മികതയല്ല. ശരിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ ഞാൻ മരിക്കുന്നത് വരെ ജീവിച്ചോളാം എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. മുറിവേൽക്കും എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന സഭയല്ല. തെരുവിലേക്ക് ഇറങ്ങി അല്പം മുറിവേറ്റാലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഓർക്കണം. ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചീത്ത കേൾക്കും, ചിലപ്പോൾ ചില ഈകഴ്ത്തലോ ദുഷിക്കലൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പെട്ടെന്ന് നടക്കണം നിർബന്ധമില്ല. ഒരാത്മാവ് പരുവപ്പെട്ട് വരാൻ, ഒരാത്മാവ് രൂപാന്തരപ്പെട്ട് വരാൻ, ഒരാത്മാവ് നിത്യരക്ഷയിലേക്ക് അടുക്കാൻ അതിനനുസരിച്ച സഹനങ്ങളും അതിനനുസരിച്ച നിന്ദനങ്ങളും നമ്മൾ വഹിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
അതിന് വില നമ്മൾ കൊടുത്തേ മതിയാവൂ. ആ വിലയെടുക്കാൻ, ആ വേദന എടുക്കാൻ, ആ നിന്ദനം എടുക്കാൻ, ആ സഹനം എടുക്കാൻ നമ്മൾ തയ്യാറായി. നാം കർത്താവിൻ്റെ ആ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ പിൻചെല്ലണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ പിഞ്ചല്ലാതെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പൻ നിത്യനാശത്തിൽ മരിച്ചാൽ, നമ്മുടെ അമ്മ നിത്യനാശത്തിൽ മരിച്ചാൽ, നമ്മൾ ഈ പുണ്യമൊക്കെ ചെയ്ത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ അപ്പൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ കാണും. നമ്മുടെ അമ്മയുടെ പാപത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ കാണും. നമ്മുടെ മക്കളുടെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ കാണും. എൻ്റെ ഇടവക ജനത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ദൈവം എന്നിൽ കാണും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉണർന്ന് നമുക്കൊരു ഹൃദയ വേദന വേണം. സാൻഡി പറയുകയാണ്, ഞാൻ സാൻഡീനെ കണ്ടു, സാൻഡിയുടെ ഫാമിലിനെ കണ്ടു. അവർ ഭയങ്കര നല്ല തീഷ്ണമതികളാണ്. അതുകൊണ്ട് അവർ ഇപ്പോൾ കയ്യും മെയ്യും മറന്ന് വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക ഒരു കുടുംബമായി അവിടെ മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ആ സാൻഡീനെ കണ്ട് ചോദിച്ചു, സാൻഡി, നീ 8ാം ക്ലാസ്സുകാരി, 13 വയസ്സുണ്ടാവും, നിനക്ക് എങ്ങനെ ഇത്രയും വലിയൊരു മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കും? അപ്പോൾ അത് പറയുകയാണ്, അച്ഛാ, ഞാൻ മാനസാന്തരപ്പെടുന്ന പ്രതീക്ഷ, എനിക്ക് വേദന തോന്നി, ഇത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ അപ്പൻ്റെ ജീവിതം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തോന്നിയിട്ടുണ്ട്. ഞാൻ അപ്പനെ ഉപദേശിക്കാനും പോയിട്ടില്ല, ഒന്നും പറയാൻ പോയിട്ടില്ല, മദ്യത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ പോയിട്ടില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തോന്നി. എൻ്റെ അമ്മേനെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നിയിട്ടുണ്ട്. എൻ്റെ ചേട്ടനെ ഓർക്കുമ്പോഴും എനിക്ക് വലിയ വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദനയുടെ പേരാണ് ഹൃദയഭാരം, ആത്മഭാരം. നമുക്ക് ആത്മഭാരം വേണം. നെഹമ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൽ 2-3 വാക്യങ്ങൾ. ബാബിലോൺ ദേശത്ത് നെഹമ്യ ഇരിക്കുമ്പോൾ ജെറുസലേമിൽ പ്രവാസത്തിൽ, അതായത് ബാബിലോൺ രാജാവ് വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് കീഴടക്കി ജെറുസലേമിലെ ദൈവജനത്തെ, ഒരുവിധം നല്ല ആളുകളെ മുഴുവനും ബാബിലോണിലേക്ക്, ഇറാഖിലേക്ക് അടിമകളായി കൊണ്ടുപോയി. പിന്നെ ചട്ടും പൊട്ടും വലിയ കഴിവില്ലാത്തവരൊക്കെ കുറച്ച് പേരെ അവിടെ ഉപേക്ഷിച്ചിരുന്നു. അവർ ജെറുസലേമിൽ തന്നെ കിടപ്പുണ്ട്. ജെറുസലേം ദേവാലയത്തെ തീയിട്ട് നശിപ്പിച്ചു, അതിൻ്റെ കവാടങ്ങളൊക്കെ അഗ്നിക്കരയാക്കി, മതിലുകൾ ഇടിച്ചു പൊളിച്ച് തവിട് പൊടിയാക്കിയിട്ടു. അങ്ങനെ എല്ലാം തകർത്തതിന് ശേഷം ബാബിലോൺ രാജാവ് ഒരുവിധം ആരോഗ്യമുള്ള മുഴുവൻ ആളുകൾ അടിമകളാക്കി ഇറാഖിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഇറാഖിലേക്ക് പോകുന്നു. ഇപ്പോൾ നെഹമ്യ ഇറാഖിലാണ്, ബാബിലോണിലാണ്. അതുപോലെ ജനങ്ങളും ബാബിലോണിലാണ്, ഇറാഖിലാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജെറുസലേമിൽ നിന്ന്, ഈ താരമായി കിടക്കുന്ന ജെറുസലേമിൽ നിന്ന് കുറച്ച് ആളുകൾ ഈ ബാബിലോണിലുള്ളവരെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ നെഹമ്യ അവരെ കണ്ടു. എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദയായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു. അന്ന് ഈ രാജാവ് കത്തിച്ച് തീയിട്ട് നശിപ്പിച്ച് ഇടിച്ച് പൊള്ളിച്ച് തവിട് പൊടിയാക്കിയിട്ടപ്പോൾ എങ്ങനെ തകർന്നു കിടന്നോ അതേപോലെ ചാരക്കൂമ്പാരമായി ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ 4-5 വാക്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ ഹനാനിയിലെ നമ്മുടെ നെഹമ്യായുടെ ഹൃദയം അങ്ങോട്ട് വേദനിച്ച്, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ മക്കൾ തകർന്നു കിടക്കുന്നു കേട്ടപ്പോൾ വചനം പറഞ്ഞെങ്ങനെയാണ്, ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് സാൻഡി ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ആത്മാവ് തകർന്നു, ഒരു ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്നു, ഒരു ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകുന്നു. അല്ലയോ, ആ മനുഷ്യൻ്റെ ആത്മാവ് നിത്യനാശത്തിലാണല്ലോ എന്ന് തിരിച്ചറിവ് കിട്ടിയാൽ, ഈ വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിക്കും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ ദിവസങ്ങളോളം നിലത്തിരുന്ന് കരഞ്ഞു, വിലപിക്കുകയും ഉപവസിക്കുകയും. ഇതിൻ്റെ പേരാണ് ഹൃദയഭാരം, ആത്മഭാരം. ഇന്ന് നമുക്ക് ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പണം ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളയണത്. ഇന്ന് നമുക്ക് ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സമയം ആവശ്യമില്ലാതെ വെറുതെ കുറ്റം പറഞ്ഞും ദുഷിച്ചും അതിനും ഇതിനുമായിട്ട് നമ്മുടെ പണം ചവറുകളായിട്ട് കളയണത്.
ഇന്ന് നമുക്ക് ആത്മമാർ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവരാജ്യ വേല ചെയ്യുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാകാതെ നമ്മുടെ ഇടവകയിൽ നിന്ന് ആരെങ്കിലും ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ വീട് സന്ദർശനത്തിനോ ഹോം മിഷനോ എന്തെങ്കിലും ഒരു ദൈവരാജ്യ വേലയ്ക്ക് പോയാൽ ആ ദൈവരാജ്യ വേലക്കാരനെ ദുഷിച്ചും ഇകഴ്ത്തിയും ഇടിച്ചും കുത്തിയും അതിനെ നശിപ്പിച്ച് അതിനായിട്ട് അടിവേരുകളുടെ പറിച്ചു കളയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മഭാരം നമുക്ക് കിട്ടിയാൽ, എങ്ങനെയെങ്കിലും 10 ആത്മാക്കളെ നേടുന്ന ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അതിനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ, എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാൻ, എങ്ങനെയെങ്കിലും അതിനൊരു ആശ്വാസം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ വലിയൊരു ഐക്യം തോന്നും, വലിയൊരു ഹൃദയ ഐക്യം തോന്നും. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം, അവിടെ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ഒരു രാജ്യം, ആ രാജ്യത്തെ രാജാവിൻ്റെ പേരാണ് ആഹാബ്. ആ രാജ്യം പട്ടിണി കൊണ്ട്, വലിയ ക്ഷാമം കൊണ്ട്, ക്ഷാമത്തിൻ്റെ പിടിയിലമർന്ന് പട്ടിണി കൊണ്ട് മൂടപ്പെട്ട രാജ്യമാണ് ആഹാബിൻ്റെ രാജ്യം. അവിടുത്തെ അമ്മമാരെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ വൈകുന്നേരം അമ്മമാർ മീറ്റിംഗ് കൂടും. എന്നിട്ട് പറയും, ഇന്ന് നിൻ്റെ കുട്ടീനെ വേവിച്ച് തിന്നാം, നാളെ ഇന്ന ചേട്ടത്തിയുടെ കുട്ടീനെ വേവിച്ച് കഴിക്കാം. അങ്ങനെ കരുണാമയികളായ സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം മക്കളെ വേവിച്ച് തിന്നുന്ന കാലം. അത്രയും പട്ടിണി ആ രാജ്യത്ത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ രാജാവ് ആഹാബിൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ എന്തായിരുന്നു? എൻ്റെ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലാണല്ലോ, എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിക്കണമല്ലോ, അവർക്ക് കുടിവെള്ളം ഇല്ലല്ലോ. ഇതാണോ രാജാവിൻ്റെ ഉത്കണ്ഠ? എന്താ രാജാവ് ആ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്? രാജാവ് ഒബാദിയയോട് പറഞ്ഞു. ഒബാദിയ മന്ത്രിയാ, മുഖ്യമന്ത്രി, അതായത് ഒരാൾ രാജാവാണെങ്കിൽ പിന്നെ അടുത്തയാൾ പ്രധാനമന്ത്രിയാണല്ലോ. പ്രധാനമന്ത്രിനെ വിളിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ചീഫ് ആളെ വിളിച്ച് പറയുകയാണ്. എന്താ പറയണത്? ഒബാദിയോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക. കുതിരകളെയും കോവർ കഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് കിട്ടിയെന്ന് വരാം. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. അന്വേഷണ സൗകര്യത്തിനായി രാജ്യം 2ആയി വിഭജിച്ചു. ആഹാബ് ഒരു വഴിക്കും ഒബാദിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു. എന്താ കാര്യം? ഈ രാജാവിന് ജനങ്ങളുടെ നാശത്തിൽ തെല്ലും ഭാരമില്ല, ജനങ്ങളുടെ നാശത്തിൽ തെല്ലും വേദനയില്ല. രാജാവിൻ്റെ മുഖ്യ വിചാരം, എൻ്റെ കഴുതയ്ക്ക് ലേശം ഉണക്കപ്പുല്ലാണെങ്കിലും ചില ഉണക്കപ്പുല്ലെങ്കിലും വെട്ടിയെടുക്കണം എന്നാണ് രാജാവിൻ്റെ വിചാരം. ഇതുപോലെയാണോ ഇന്ന് വിശ്വാസികളായ നമ്മുടെ മനസ്സ്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും ചിന്തിക്കണം. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റും വിശ്വാസം നശിക്കുമ്പോൾ, നിങ്ങളുടെ ചുറ്റും പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ, നിങ്ങളുടെ ചുറ്റും വിശുദ്ധി താഴ്ന്നു പോകും. വിശുദ്ധി ഇല്ലാതാകുമ്പോൾ, പാപം പെരുകുമ്പോൾ, യുവജനങ്ങളും കുട്ടികളും ദൈവത്തെ അകന്ന്, പ്രാർത്ഥന അകന്ന്, സഭാ കാര്യങ്ങൾ അകന്ന്, കൂദാശികൾ ഇല്ലാതായി വെറും ലോകപ്രകാരം ജീവിക്കുന്ന മക്കളായി നമ്മുടെ യുവജനങ്ങളും കുട്ടികളും നമ്മുടെ ദേശവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖ്യ വിചാരം ഈ കഴുതയ്ക്ക് ഉണക്കപ്പുല്ല് തേടിപ്പോയ ആ രാജാവിൻ്റെ അതേപോലെയാണോ? നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി നിങ്ങളേറെ വിതച്ച് നിങ്ങൾക്ക് ഒന്നും ഗുണപ്പെടാത്തതിൻ്റെ ഒരു കാരണം യെരമ്യാ 48:10 പറഞ്ഞില്ലേ? കർത്താവിൻ്റെ വേലയിൽ അലസനായ കുടുംബം, അലസനായ വ്യക്തി, അലസനായ ശബ്ദൻ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. യുവാവേ, യുവതി, ബാലികേ, കുമാര, ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, പാട്ട് പാടാനുള്ള കഴിവ്, സംഘടിപ്പിക്കാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്. എനിക്കൊന്നും പ്രസംഗിക്കാൻ കഴിവില്ല. എൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞു തരാം. ഞാൻ അന്ന് എനിക്ക് ആത്മാക്കളെ നേടണം എന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആത്മഭാരം വരാൻ തുടങ്ങി. സ്വസ്ഥതയില്ലാതായി, പൊറുതികെട്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഞാനങ്ങനെ സ്വസ്ഥതയില്ലാതെ നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം അറിയാൻ പാടില്ലായിരുന്നു. അട്ടപ്പാടിയിൽ ഒരു ഇടവക വികാരി, 1 വർഷമായുള്ള ഇടവക വികാരിയായിട്ട് ഞാൻ ഒരു 10 മിനിറ്റൊക്കെ കുർബാനയുടെ പ്രസംഗിക്കുന്നല്ലാതെ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാനൊരു ധ്യാനം നടത്തിയാൽ ആ ധ്യാനത്തിന് ഒരു മനുഷ്യൻ വരില്ല. 98 എൻ്റെ സ്ഥിതി അതായിരുന്നു. ഞാനൊരു ധ്യാനം നടത്തിയ 7 പേര് പോലും തികച്ചു വരില്ല. ആ 7 പേര് ധ്യാനം കൂടി കഴിഞ്ഞ് അവസാനം അവർ പറയും, അച്ഛനായിരുന്നു ധ്യാനിപ്പിക്കണാരെങ്കിൽ വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോവും. അവസാനം ഞാൻ ചെയ്തത്, ഈ ധ്യാനിപ്പിക്കാൻ കൃപയുള്ള ഏതെങ്കിലും അച്ഛന്മാരെയോ ടീമിനെ വിളിച്ചോണ്ട് വന്ന് ധ്യാനം നടത്തും. ഞാൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആൾക്കാരെ വെക്കും.
എനിക്ക് ഒരാഗ്രഹമുള്ളൂ, ഞാൻ പ്രസംഗിക്കണം നിർബന്ധമൊന്നുമില്ല. ആത്മാക്കൾ രക്ഷപ്പെടണം. ആരെങ്കിലും പ്രസംഗിക്കാൻ കഴിവുള്ളവരൊക്കെ കൊണ്ടുവരും, അവരെ പ്രസംഗിപ്പിക്കും. ഞാൻ ആരാധന നടത്താനേ അറിയാൻ പാടില്ല. അപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ ആരാധനയ്ക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. പിന്നെ കുർബാന അർപ്പിക്കും. കുർബാനയുടെ ഇടയിൽ ഒരു 10 മിനിറ്റ് സന്ദേശമൊക്കെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ഒന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതായിരുന്നു തുടക്കത്തിൽ 98 എൻ്റെ സ്ഥിതി. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിച്ചില്ല വിഷയമല്ല. ഞാൻ എന്ത് അപമാനിതനായോ ഇല്ലെന്ന്. അന്ന് പുസ്തകമൊക്കെ ചുമന്ന് തലയിലൊക്കെ ചുമന്ന് വീട് വിടാതിനെ കൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒറ്റ വിചാരം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരെ കുറിച്ച് ജനങ്ങൾ അറിയണം, എങ്ങനെയെങ്കിലും ബൈബിൾ വീടുകളിലെത്തണം, എങ്ങനെയെങ്കിലും സഭയെ കുറിച്ച് അറിയണം, എങ്ങനെയെങ്കിലും യേശുവിനെ കുറിച്ച് അറിയണം, ജനങ്ങൾ രക്ഷ പ്രാപിക്കണം. എൻ്റെ സമയം മുഴുവൻ അതിനു വേണ്ടിയുള്ളതാണ്. എൻ്റെ ആരോഗ്യം അതിനു വേണ്ടിയുള്ളതാണ്. എൻ്റെ സൽപ്പേര് അതിനു വേണ്ടിയുള്ളത്, എൻ്റെ മുഴുവൻ സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഒരു തിരിച്ചറിവ് കർത്താവ് അങ്ങോട്ട് തന്നു. ചത്തു പണിയെടുക്കാൻ കർത്താവ് ഒരു കൃപ തന്നു. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് ആത്മായ സഹോദരങ്ങൾക്ക് ഭയങ്കര ബഹുമാനം തോന്നാൻ കാരണം സന്തോഷ് ടി എന്ന് പറഞ്ഞൊരു ബ്രദർ, കോട്ടയത്ത് ക്രിസ്ത്യൻ. അപ്പോൾ ആ ബ്രദർ ഇതേപോലെ അന്ന് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷയിൽ കൂടുന്ന സമയത്ത് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള ദാഹം എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. സാബു ആറുതൊട്ടി ബ്രദർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേശത്തിന് വലിയൊരു അനുഗ്രഹമാണ്. എത്ര വർഷമായി സഭയോടുള്ള വിശ്വസ്തത വെടിയാതെ സ്നേഹമായിട്ട് സഭയ്ക്ക് വേണ്ടി ഒരു ദാസനെ പോലെ എനിക്ക് സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞ പോലെ സുവിശേഷ വേല ചെയ്യും. അതേപോലെ ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം തിരുസഭയുടെ ഉത്തമ സന്താനങ്ങളായി അനേകം അൽമായരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും സുവിശേഷ വേലയ്ക്കായി കർത്താവ്, ബാലികാ ബാലന്മാർ, യുവതി യുവാക്കന്മാർ, ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെ പലരും. പ്രൈസ് ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. സുവിശേഷ വേലയെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തെയും നമ്മൾ ആദരിക്കണം. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എത്ര തീക്ഷ്ണതയുണ്ടെങ്കിലും നമ്മുടെ പിതാവിൻ്റെ രൂപത അധ്യക്ഷൻ്റെ നിർദ്ദേശത്തിന് അപ്പുറത്തേക്ക് പോകരുത്. എപ്പോഴും സുവിശേഷ വേലയിലേക്ക് വരുന്ന ഒരാൾ ഓർക്കണം, ഒരാളെ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർത്തുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ നയിക്കുന്നതെന്നതിൻ്റെ പ്രകടമായൊരു അടയാളമായിരിക്കും സഭയുടെ സംവിധാനങ്ങൾ. പ്രത്യേകിച്ച് രൂപത അധ്യക്ഷൻ്റെ, ബിഷപ്പിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ട്, അതായത് സഭയുടെ മജിസ്റ്റേറിയത്തിന് കീഴ്പ്പെട്ടുള്ള ശുശ്രൂഷയാണ് ദൈവരാജ്യത്തിലേക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. യേശു പറഞ്ഞു, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. യേശുവിനോടുകൂടെ ശേഖരിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണത്. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്തൊരു കാര്യമില്ല. ഞാൻ മനത്തോടത്ത് പിതാവിൻ്റെ കീഴ്, മനത്തോടത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ ആ വേണ്ടാന്ന് പറഞ്ഞ് പിതാവിനെ അനുസരിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ സഭയോടൊത്ത് അധ്വാനിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മനത്തോടത്ത് പിതാവിനോടൊത്ത്, ഓരോരുത്തരും അവരവരുടെ രൂപദാസനോടൊത്ത് സഭയോട് ചേർന്ന് അനുസരണത്തിൽ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യം തകരും, ദൈവരാജ്യം ഉയരും. അനുസരണം സാത്താനെതിരെയുള്ള അതിശക്തമായ ആയുധം. ആത്മാക്കളെ വളരെ വേഗത്തിൽ കൊയ്തെടുക്കാനുള്ള ഏറ്റവും നല്ല കൃപയുടെ ഒരു വഴിയാണ് അനുസരണത്തിൽ സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. സഭയുടെ യാമപ്രാർത്ഥനകൾ ചെല്ലുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ മജിസ്റ്റേറിയത്തോട് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇറ്റ് ഈസ് വെരി പവർഫുൾ. സുവിശേഷ വേല ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, പിതാവിനോട് നമ്മൾ ഒറ്റയ്ക്ക് തലങ്ങും വിലങ്ങും ഒരു 10,000 വർഷം ചെയ്യുന്നതിനേക്കാൾ ഇഫക്റ്റ് ഉണ്ട് സഭയോട് ചേർന്ന് ഒരു 10 മിനിറ്റ് സുവിശേഷ വേല ചെയ്താൽ. അത്രയും പവർഫുള്ളാണ് സഭയുടെ മജിസ്റ്റേറിയത്തോട് ചേർന്നുള്ള സുവിശേഷ വേല. 2 കരങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ വചനം കേട്ട സർവ്വ മക്കളെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്പർശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതകാലത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ പറ്റും. അതിന് വലിയ കഴിവൊന്നും വേണ്ട. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു കഴിവുണ്ടായിരുന്നില്ല. എന്നേക്കാൾ എത്രയോ മിടുക്കന്മാരും കഴിവുള്ളവരും കൃപയുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവമേ, അങ്ങയുടെ മക്കൾ പാപത്തിൽ തകരുമ്പോൾ ഞാനിവിടെ ഉല്ലസിച്ച് നടക്കാതെ, ഞാനിവിടെ എല്ലാം ശരിയാണ്, എല്ലാം ഭദ്രം എന്ന് പറഞ്ഞ് നടക്കാതെ, എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ആ ഉത്തരവാദിത്വത്തിൽ പങ്കാളിയാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിന് പരിശുദ്ധാത്മാവിനെ എന്നെ മേൽ നിവേശിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കൃപ നിറയട്ടെ, യേശുവേ.
കുഞ്ഞുങ്ങൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ സർവവും എടുത്തുകൊള്ളുക. കർത്താവേ, ഈ രാത്രി ഞാനിതാ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവേൻ. ചെയ്തിട്ട് ഒന്നും നേരെയാകുന്നില്ല. അധ്വാനിച്ചിട്ട് ഒന്നും ഗുണം പിടിക്കുന്നില്ല. എവിടെ പോയാലും എന്തോ ഒരു കുറവ്, ഒന്നും നെഗവ് തോന്നുന്നു, ഒരു മികവ് തോന്നുന്നില്ല. എന്തോ ഒരു ശൂന്യത, ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് എന്തെങ്കിലും ചെയ്താൽ നിങ്ങളിലൂടെ ദൈവം കൂടുതലായി പ്രവർത്തിച്ച് അനേകം ആത്മാക്കളെ നേടും. ഒരു കൊന്ത ചൊല്ലിയാൽ, ഒരു ഉപവാസം എടുത്താൽ, ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, ഒന്ന് കരഞ്ഞ് അപേക്ഷിച്ചാൽ കർത്താവ് സഹായിക്കും. വിലാപത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സിയോന്റെ അമൂല്യരായ മക്കള് തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെയും പൊന്നിന്റെയും വിലയുള്ളവർ കുശവന്റെ കളിമൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടും യേശുവേ. പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു, ഉള്ളം തകർന്നിടും യേശുവേ. ലോകം മുഴുവനും പാപത്തിൻ മോഹത്തിൻ നാശത്തിൻ ഭീതിയിൽ നീങ്ങിടുന്നു. ഉള്ളം തകരുന്ന കുംഭരമോടെ ആത്മാക്കൾക്കായിതാ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും പാപത്തിൻ മോഹത്തിൻ നാശത്തിൻ ഭീതിയിൽ നീങ്ങിടുന്നു. ഉള്ളം തകരുന്ന കുംഭരമോടെ ആത്മാക്കൾക്കായിതാ പ്രാർത്ഥി. 2 കരങ്ങൾ ഉയർത്തി ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. വിശ്വാസത്തോടെ ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. സർവവും എടുത്തുകൊള്ളുക. 2 കരങ്ങൾ ഉയർത്തി ജീവിതം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. വിളിക്കപ്പെടുമ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല. പാപിയോ പുണ്യവാനോ എന്ന് വിഷയമല്ല. അനേകം ദൈവരാജ്യ വേലക്കാർ വിളിക്കപ്പെട്ടപ്പോൾ പുകവലിക്കുന്ന അവസ്ഥയിലും മദ്യപിക്കുന്ന അവസ്ഥയിലും ലോകപ്രകാരമായിരുന്നു.
റോമാലേഖനം 13-ാം അധ്യായത്തിലെ വചനം. അഗസ്തീനോസ് പാപത്തിന്റെ വലിയ അവസ്ഥയിൽ കടന്നപ്പോഴാണ് റോമാലേഖനം 13-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇതാ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കാൻ സമയമായി, പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. അദ്ദേഹം പാപ അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഈ വചനം കേട്ടത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം വലിയൊരു ദൈവരാജ്യ വേലക്കാരനായി മാറി. സാവൂൾ, അതുപോലെ ഓരോരുത്തരും പ്രിയപ്പെട്ട ദൈവമക്കളെ വിളിക്കപ്പെടുമ്പോൾ ഏത് അവസ്ഥയിലാണോ അവിടെ നിന്ന് നീ നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കുക, നിന്റെ ആത്മാവിനെ കർത്താവിന് വിട്ടുകൊടുക്കുക, നിന്റെ കുടുംബം പരിശുദ്ധാത്മാവിനെ പ്രതിഷ്ഠിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും, ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധീകരിക്കും, ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കും, ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തും. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ഭവനത്തെ സമർപ്പിച്ച്, ഹൃദയത്തെ സമർപ്പിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഒരുമിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ. അനേകം വചന ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, അനേക അപ്പോസ്തലന്മാരെ ഉയർപ്പിക്കണമേ, അനേക തിരുസഭാ ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, യേശുവിന്റെ സാക്ഷികളെ ഉയർത്തണമേ, വ്യത്യസ്ത പ്രാർത്ഥന വീരന്മാരെ ഉയർത്തണമേ, ദൈവരാജ്യ വേലയ്ക്കുള്ളവരെ വിളിക്കണമേ, വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കണമേ, സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി ദൈവവിളി നൽകണമേ, സഭയെ ഉണർത്തണമേ, ഇടവകളെ ഉണർത്തണമേ, യുവജനങ്ങളെ ഉണർത്താനുള്ള ശുശ്രൂഷകരെ വിളിക്കണമേ, ബാലിക ബാലന്മാർക്ക് വേണ്ടി ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, അത്ഭുത പ്രവർത്തന വരമുള്ളവരെ ഉയർപ്പിക്കണമേ, രോഗശാന്തി ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, വചന വ്യാഖ്യാന വരങ്ങളുള്ളവരെ ഉയർപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മീഡിയയിലൂടെ ശുശ്രൂഷയുള്ളവരെ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈശോയുടെ അത്ഭുത നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്.